ഇന്നത്തെ സുവിശേഷം മർക്കോസ് 12:13 മുതൽ 17 വരെ. ദൈവത്തിനുള്ളത് ദൈവത്തിന്. ഫരിസേയരും ഹെറോദിയരും ചേർന്ന് യേശുവിനെ വാക്കുകളിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതും അതിനെ അവിടുന്ന് സ്വർഗീയ ജ്ഞാനത്തോടെ നേരിടുന്നതുമാണ് ഈ വചനഭാഗത്ത് നാം കാണുന്നത്. ലൗകികമായ കടമകളും ആത്മീയമായ സമർപ്പണവും തമ്മിലുള്ള കൃത്യമായ അതിർവരമ്പുകൾ യേശു ഇവിടെ വ്യക്തമാക്കി തരുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമപരമാണോ അല്ലയോ? യേശുവിനെ രാഷ്ട്രീയമായോ മതപരമായോ കുറ്റക്കാരനാക്കാൻ വേണ്ടി ശത്രുക്കൾ ഒരുക്കിയ കെണിയായിരുന്നു ഈ ചോദ്യം. വേണമെന്ന് പറഞ്ഞാൽ റോമൻ അധിനിവേശത്തെ അനുകൂലിക്കുന്നവനായും, വേണ്ട എന്ന് പറഞ്ഞാൽ റോമിനെതിരെ കലാപമുണ്ടാക്കുന്നവനായും അവിടുത്തെ മുദ്രകുത്താമായിരുന്നു. ലോകം പലപ്പോഴും കപടത നിറഞ്ഞ ചോദ്യങ്ങളുമായി നമ്മെ സമീപിച്ചേക്കാം. എന്നാൽ ക്രിസ്തുവിനെ പോലെ വിവേകത്തോടെയും ആത്മീയ വെളിച്ചത്തോടെയും സാഹചര്യങ്ങൾ നേരിടാൻ നമുക്ക് സാധിക്കണം. സീസറിൻ്റേത് എന്നവർ മറുപടി പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, സീസറിനുള്ളത് സീസറിന് കൊടുക്കുവിൻ. നാം ജീവിക്കുന്ന സമൂഹത്തോടും ഭരണകൂടത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നാം ബാധ്യസ്ഥരാണ്. ഒരു ക്രൈസ്തവൻ നല്ലൊരു പൗരൻ കൂടിയായിരിക്കണം. ലൗകികമായ നിയമങ്ങളെയും നിയമപരമായ കടമകളെയും വിശ്വസ്തയോടെ അനുസരിക്കാൻ നമുക്ക് കടമയുണ്ട്. വചനത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം ഇതാണ്: ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. നാണയത്തിൽ സീസറിൻ്റെ രൂപം പതിഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യനായ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവുമാണ് പതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ ജീവിതവും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയം, ആത്മാവ്, കഴിവുകൾ, സമയം എന്നിവയെല്ലാം ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ മുദ്ര പതിഞ്ഞിരിക്കുന്ന നമ്മെ തന്നെ അവിടുത്തേക്ക് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകൂ. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നാം നൽകുന്ന സ്ഥാനം എന്താണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് നാം അമിത പ്രാധാന്യം നൽകുകയും ദൈവത്തിനുള്ളത് നൽകാൻ മടിക്കുകയും ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തമായ നമ്മുടെ ജീവിതം ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്കോ പാപങ്ങൾക്കോ വിട്ടുകൊടുക്കരുത്. നമ്മുടെ ഉള്ളിലെ ദൈവസാദൃശ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ലൗകിക കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നതോടൊപ്പം ദൈവത്തോട് പൂർണ്ണമായി വിശ്വസ്തത പുലർത്തുന്ന നല്ല ക്രൈസ്തവരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സാദൃശ്യത്തിൽ എന്നെ സൃഷ്ടിച്ചതിന് നന്ദി പറയുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ലൗകികമായ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റാൻ എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ സ്വന്തമായി എന്നും ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ.